ജൂലൈ 30, 17-ാം ആഴ്ചയിലെ ബുധനാഴ്ച. മത്തായി 13, 44 മുതൽ 46 വരെ വാക്യങ്ങൾ. മഹാനായ പിയാനിസ്റ്റായ പാഡരവെസ്കിയോട് ഒരാൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ദിവസവും പിയാനോ പരിശീലിക്കുന്നത്? പാഡരവെസ്കി മറുപടി പറഞ്ഞു, ഞാൻ ഒരു ദിവസം പരിശീലിക്കുന്നത് ഒഴിവാക്കിയാൽ ഞാൻ അത് ശ്രദ്ധിക്കുന്നു. ഞാൻ 2 ദിവസം ഒഴിവാക്കിയാൽ എൻ്റെ സഹപ്രവർത്തകർ അത് ശ്രദ്ധിക്കുന്നു. ഞാൻ 3 ദിവസം ഒഴിവാക്കിയാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു. ഇന്നത്തെ വായനകൾ യേശുവിനെ പിന്തുടരുന്നതിനെക്കുറിച്ച് ഇതേ കാര്യം തന്നെയാണ് പറയുന്നത്. യേശുവാകുന്ന വലിയ മുത്ത് നാം കണ്ടെത്തി. അവനെ അനുഗമിക്കുന്നതിന് പൂർണ്ണമായ ദൈനംദിന പരിശ്രമം ആവശ്യമാണ്. ഒരു ദിവസം നാം അവനെ അനുഗമിക്കുന്നില്ലെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കും. 2 ദിവസം അങ്ങനെ ചെയ്താൽ സുഹൃത്തുക്കൾ ശ്രദ്ധിക്കും. 3 ദിവസം അങ്ങനെ ആയാൽ എല്ലാവരും അത് ശ്രദ്ധിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിൽ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറയുന്നു, സ്വർഗരാജ്യം ഒരു ഉടമസ്ഥൻ വയലിൽ കുഴിച്ചിട്ടിരുന്ന നിധി പോലെയാണ്. ആരെങ്കിലും ഈ നിധി കണ്ടെത്തിയാൽ അവൻ അല്ലെങ്കിൽ അവൾ അത് മറച്ചു വെച്ച് പോയി തനിക്കുള്ളതെല്ലാം വിറ്റ് ആ വയൽ വാങ്ങും. യേശു പറഞ്ഞ 2ാമത്തെ ഉദാഹരണം അപൂർവവും മനോഹരമായ ഒരു മുത്ത് കണ്ടെത്തുന്ന ഒരാളെക്കുറിച്ചാണ്. ഈ അപൂർവ മുത്ത്, ഈ നിധി വാങ്ങാൻ വേണ്ടി ആ മനുഷ്യൻ തൻ്റെ എല്ലാ വസ്തുക്കളും ഉടൻ വിൽക്കുന്നു. ഈ 2 ഉപമകളും ഒരു നിർണായക സത്യത്തെ ഊന്നിപ്പറയുന്നു. സ്വർഗരാജ്യം താരതമ്യപ്പെടുത്താനാവാത്ത മൂല്യമുള്ളതാണ്. അത് കണ്ടെത്തുന്നതിന് നമുക്കുള്ളതെല്ലാം പൂർണ്ണവും സന്തോഷകരമായ ഒരു കീഴടങ്ങൽ ആവശ്യമാണ്. മറിഞ്ഞിരിക്കുന്ന നിധിയും മുത്തും ദൈവവുമായുള്ള ബന്ധത്തിൻ്റെ പരമോന്നത മൂല്യത്തെയും അവൻ്റെ സാന്നിധ്യത്തിൽ കാണപ്പെടുന്ന നിത്യമായ സന്തോഷത്തെയും പൂർത്തീകരണത്തെയും പ്രതീകപ്പെടുത്തുന്നു. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നാം പലപ്പോഴും താൽക്കാലിക നിധികൾ, സമ്പത്ത്, പദവി, ഭൗതിക സ്വത്തുക്കൾ അവ പിന്തുടരുന്നതിൽ മുഴുകിയിരിക്കുന്നു. ഇവ ക്ഷണികമായ സംതൃപ്തി നൽകിയേക്കാമെങ്കിലും ദൈവരാജ്യത്തിൽ കാണപ്പെടുന്ന നിത്യനിധിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അവയ്ക്ക് മങ്ങലേൽക്കുന്നു. മറിഞ്ഞിരിക്കുന്ന നിധിയും മുത്തും നമ്മുടെ മുൻഗണനകൾ പുനർനിർണയിക്കാൻ നമ്മെ വെല്ലുവിളിക്കുകയാണ്. സ്വർഗരാജ്യത്തിനു വേണ്ടി നാം എന്ത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണോ? സ്വർഗരാജ്യം വെറുമൊരു അമൂർത്ത ആശയമല്ല, മറിച്ച് ഇവിടെയും ഇപ്പോൾ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ആഴമേറിയ യാഥാർത്ഥ്യമാണെന്ന് യേശു നമ്മെ പഠിപ്പിക്കുന്നു. അത് നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നീതിയുടെയും ഭരണമാണ്. പ്രിയപ്പെട്ടവരെ, ഇത് നാം ശരിക്കും മനസ്സിലാക്കുമ്പോൾ നമ്മുടെ കാഴ്ചപ്പാട് മാറുന്നു. അവനെ അനുഗമിക്കുന്നതിനായി എല്ലാം ഉപേക്ഷിക്കുന്നതിൽ നാം സന്തോഷം കണ്ടെത്തുകയും ചെയ്യും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR ഫ്രം കേരള.